നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശ്രീതു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലും മത്സരാർത്ഥിയായി ശ്രീതു എത്തിയിരുന്നു. ഇതോടെ താരത്തിന് ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് വന്നത്. ഇതിൽ ശ്രീജു അർജുൻ കോംബോ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും ഈ കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബിഗ് ബോസ് അവസാനിച്ചത്. അതോടെ ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്നായിരുന്നു പ്രേക്ഷകർക്ക് അറിയേണ്ടിയിരുന്നത്. എന്നാൽ തങ്ങളുടേത് വെറും സൗഹൃദം മാത്രമാണെന്നായിരുന്നു താരങ്ങൾ വ്യക്തമാക്കിയത്. ഇതോടെ ബിഗ് ബോസിൽ നിൽക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് ഈ കോംബോ എന്നെല്ലാം വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല, ശ്രീതു നടനായ നിഖിൽ നായരുമായി പ്രണയത്തിലാണെന്ന തരത്തിലും വാർത്തകൾ പരന്നിരുന്നു. ഇപ്പോഴിതാ എല്ലാത്തരമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീതു. ബിഗ് ബോസ് റിവ്യൂവിലൊക്കെ എന്നെ പോസിറ്റീവായാണ് പറയുന്നത്. ജെനുവിൻ ആണെന്നും നല്ല മനുഷ്യനാണെന്നും ഒക്കെയാണ് കമന്റുകൾ. ആരെയും വൈകാരികമായി ദ്രോഹിക്കാതെ ഞാനായി നിന്ന് കളിച്ചു എന്നാണ് പല റിവ്യൂകളിലും പറഞ്ഞു കേട്ടത്. അതുകൊണ്ടാണ് അവസാനം വരെ നിന്നതെന്നും 97 ദിവസം വരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഒട്ടും ചെറിയ കാര്യമല്ല എന്നും താരം പറഞ്ഞു. ബിഗ് ബോസിൽ മറക്കാൻ പറ്റാത്ത സന്തോഷകരമായ നിമിഷം ക്യാപ്റ്റൻസിയാണ്. ഒപ്പം തന്റെ പിറന്നാൾ ആഘോഷിച്ചതും മറക്കാൻ പറ്റില്ലെന്ന് ശ്രീതു പറയുന്നു. ഏറ്റവും വിഷമം വന്നത് എവിക്റ്റ് ആയപ്പോഴാണ്. താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പുറത്തായപ്പോൾ തനിക്ക് മറ്റ് മത്സരാർത്ഥികളെ പോലെ റീ എൻട്രി ലഭിക്കില്ല, ഗ്രാൻഡ് ഫിനാലേക്ക് വരാൻ പറ്റൂ എന്നാണ് ഞാൻ കരുതിയത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് അർജുനോട് അന്ന് പറയാൻ കാരണവും അതായിരിക്കുമെന്ന് ശ്രീതു പറയുന്നു. അർജുൻ ശ്രീതു കോംബോ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ശ്രീതു വ്യക്തമാക്കി. എപ്പോഴാണ് ഞാൻ അർജുനുമായി കണക്ട് ആയതെന്ന് ചോദിച്ചാൽ അറിയില്ല. അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നും ശ്രീതു വ്യക്തമാക്കി. ഇത് സൗഹൃദമാണ്, കൂടുതലാക്കി കുളമാക്കരുത്. ആ സൗഹൃദം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ കുറെ എഡിറ്റ് വീഡിയോകൾ ഇട്ടത്. അതൊക്കെ തനിക്കും ഇഷ്ടപ്പെട്ടെന്നും ശ്രീതു പറയുന്നു. ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ അർജുനിൽ നിന്നും അകലം പാലിക്കാൻ ഉപദേശിച്ചതിനെ കുറിച്ചും ശ്രീതു സംസാരിച്ചു. ഹൗസിലിരിക്കുമ്പോൾ നമുക്ക് സമയം അറിയില്ല, പെട്ടെന്ന് ഉറക്കവും വരില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സമയം പോകുന്നതാണ് അമ്മ പുറത്തു വന്നപ്പോൾ ചോദിച്ചിരുന്നു. ഞാൻ പക്ഷെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. പുറത്തു വന്നപ്പോൾ അമ്മയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണം കണ്ട് ഞെട്ടിപ്പോയി. കാരണം അത്തരത്തിൽ ആക്രമിക്കപ്പെടാനൊന്നും അമ്മ ചെയ്തിട്ടില്ല. ഏതൊരു അമ്മയും പറയുന്ന കാര്യമാണ് അമ്മ പറഞ്ഞത്. പെട്ടെന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുന്നത് സാധാരണ കാര്യമല്ലേ. ഞാൻ പുറത്തു വന്നപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി. എന്നെയും ഭയങ്കരമായി അത് വേദനിപ്പിച്ചു. അമ്മയ്ക്കും സങ്കടമായി. പിന്നെ ഞാൻ അമ്മയെ പറഞ്ഞും സമാധാനിപ്പിച്ചു. ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അമ്മയെ സമാധാനിപ്പിച്ചേനെ. അമ്മ ഒറ്റയ്ക്കായി പോയില്ലേ, പക്ഷെ സംസാരിച്ചു, സമാധാനിപ്പിച്ചു. അമ്മയറിയാതെ സീരിയലിൽ അഭിനയിച്ച നിഖിൽ നായരുമായി വെറും സൗഹൃദം മാത്രമാണ് ഉള്ളത്. ആർക്കൊപ്പം അഭിനയിച്ചാലും ഇത്തരത്തിൽ പല ഗോസിപ്പുകളും വരും. ഇപ്പോഴും ഞാൻ സിംഗിൾ ആണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ കുറിച്ച് ഏതൊരാൾക്കും ഉള്ള സങ്കല്പങ്ങളെ എനിക്കുമുള്ളൂ. സത്യസന്ധത പുലർത്തുന്ന ആളായിരിക്കണം. വിശ്വാസം, പരസ്പര ബഹുമാനം, കെയറിംഗ്, ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എക്കണോമിക്സിൽ MA കഴിഞ്ഞതാണ്. അഭിനയം തന്നെയാണ് ഭാവി ലക്ഷ്യം. സിനിമയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും താരം വ്യക്തമാക്കി. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.